സൂപ്പർ സ്റ്റാർ എന്ന പദവി കുറച്ച് പേരെനിക്ക് തന്നിട്ടുള്ളതാണ്. ഒരുപക്ഷെ എൻ്റെ ചിത്രങ്ങൾ സാമ്പത്തികമായി വളരെ വിജയിക്കുന്നുണ്ടാകാം. അപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ പടങ്ങൾ വിജയിക്കുന്നു, അതുകൊണ്ടാകാം. അല്ലെങ്കിൽ പ്രേക്ഷകർ കൂടുതൽ കാണുന്നതുകൊണ്ടാകാം. അവർക്ക് എന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടാകാം, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടാവാം. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്ന് കിട്ടുന്ന ഒരാൾക്ക് കൊടുക്കുന്നൊരു പദവിയാണ് സൂപ്പർ സ്റ്റാർ എന്നുള്ളത്. അപ്പം അങ്ങനൊരു സ്ഥാനത്ത് ഞാനും എത്തി നിൽക്കുകയാണ്. എനിക്ക് ആ പേരിനോട് വളരെയധികം പ്രതിപത്തിയില്ല. കാരണം അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ നല്ലത്. പക്ഷേ പല കാര്യങ്ങൾക്കും ഒരു കുറ്റമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പം ആദ്യമായിട്ടല്ലല്ലോ പിന്നെ ലോകത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, മലയാള സിനിമയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സുകുമാരൻ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പിന്നെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പോ സോമേട്ടൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നസീർ സാർ ഉണ്ടായിട്ടുണ്ട്, മധു സാർ ഉണ്ടായിട്ടുണ്ട്, ജയൻ, സത്യൻ മാഷ, അങ്ങനെ കൊട്ടാരക്കര സാർ. അങ്ങനെ ഇത് ഒരു വലിയൊരു ചങ്ങലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പൊ ഇത് ഇനി എത്ര കാലം നിൽക്കും എന്നൊന്നും പറയാൻ ഒരു മറുപടിയില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത ഒരു പിന്നെ വേറെ എന്തെങ്കിലും ഒരു പേരുള്ള, അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന വേറെ ആരെങ്കിലും ഈ പദവിയിലേക്ക് എത്തുന്ന ശങ്കരൻകുട്ടി ഈ പദവിയിലേക്ക് എത്തുന്ന വരെ എന്റെ ഈ സ്റ്റാർഡം അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള വാക്ക് നിലനിൽക്കും. പിന്നെ ഞാനിത് അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഇതൊരു റിലേ ആണ്. പിന്നെ അയാൾ ഓടിക്കൊണ്ടിരിക്കും. കുറച്ചാൾ കഴിയുമ്പം അത് അങ്ങോട്ട് കൊടുക്കും. അല്ലാതെ അതിനൊരു വ്യക്തമായ മറുപടിയില്ല.